നമുക്കിന്ന് ഹെൽത്തി ആയിട്ട് ഒരു ജ്യൂസ് തയ്യാറാക്കിയാലോ, പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട്. എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ഹായ് ഹലോ, അൻവി ദ ഡ്രീം വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിന് നല്ല പഴുത്ത ഒരു 3 പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വിഷാംശവും ഇല്ലാതെ നമ്മുടെ മുറ്റത്ത് നിറയെ കായ് തരുന്ന ഒന്നാണ് പാഷൻ ഫ്രൂട്ട്. ഇതിപ്പോ ഞാൻ എടുത്തേക്കുന്നത് പുറന്തോട് യെല്ലോ ഷെയ്ഡ് വരുന്നതാണ്. ഇതിന്റെ ഒരു ചുവന്ന ഷെയ്ഡ് വരുന്നതും കൂടെ ഉണ്ട്. ടേസ്റ്റ് ഏകദേശം ഒന്ന് തന്നെയാണ്. ഞാൻ 2 ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അന്നേരം നിറയെ കായ് തരും, പ്രത്യേകിച്ച് ഒരു വിഷാംശവും ഇല്ല. പിന്നെ പാഷൻ ഫ്രൂട്ടിന് ബോഞ്ചിക്കുന്ന പേരോടുണ്ട്. വേറെ ഏതെങ്കിലും പേരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നന്നായിട്ട് പഴുത്ത പാഷൻ ഫ്രൂട്ട് ആണെങ്കിൽ നമുക്കിന്ന് കിട്ടിയേക്കുന്നത്. അതിനെ ഞാൻ കട്ട് ചെയ്ത് ഒരു 3 പീസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ പൾപ്പൊക്കെ എടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. വളരെ പെട്ടെന്ന് വീട്ടിലെ ഗസ്റ്റ് ആരെങ്കിലും വരുമോ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് പാഷൻ ഫ്രൂട്ട് ജ്യൂസ്. സൗന്ദര്യം വർദ്ധിക്കാനും അതേപോലെ തന്നെ ഷുഗർ ഉള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടും കൂടിയാണ് നമ്മുടെ പാഷൻ ഫ്രൂട്ട്. അതിന് ആൾ നിസ്സാരക്കാരനല്ല, കുറേ വിറ്റാമിൻസും പ്രോട്ടീൻസും മിനറൽസും എല്ലാം ഉൾക്കൊണ്ട് ഒരു ഫ്രൂട്ടാണ് നമ്മുടെ വീട്ടുമുറ്റത്തിരിക്കുന്നത്. പാഷൻ ഫ്രൂട്ടിന്റെ പൂക്കൾക്കും പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. എന്നിട്ട് ഞാനൊരു ബൗളെടുത്ത് നമ്മുടെ പാഷൻ ഫ്രൂട്ട് ഓരോന്ന് ഇങ്ങനെ സ്പൂൺ കൊണ്ട് പൾപ്പൊക്കെ മാറ്റി ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് തയ്യാറായി കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളോട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസ് ഇവിടെ തയ്യാറായി. പാഷൻ ഫ്രൂട്ട് ജ്യൂസ് അല്ലാതെ പാഷൻ ഫ്രൂട്ട് വെറുതെ ഇതേപോലെ തോട് പൊട്ടിച്ച് പൾപ്പെടുത്ത് കഴിക്കാനും പ്രത്യേക ഒരു സ്വാദം. അങ്ങനെ ഇഷ്ടമുള്ളവരും കൂടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പാഷൻ ഫ്രൂട്ട് തേനും കൂട്ടി കഴിക്കാനും വേറൊരു സ്വാദമാണ്. മിക്സിയുടെ ജാർ എടുത്ത് നമുക്കിനി ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കും. ആവശ്യത്തിന് പഞ്ചസാര വേണ്ടാത്തവർക്ക് ഷുഗർ കട്ട് ചെയ്യാം. അങ്ങനെ കുറച്ച് മധുരത്തിന്റെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മുടെ പാഷൻ ഫ്രൂട്ട് ജ്യൂസിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. തരിയൊന്നും ഇല്ലാതെ അരിച്ചും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസിൻ്റെ പ്രിപ്പറേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയി. ഏകദേശം ഒന്നല്ല, കംപ്ലീറ്റ് ആയി. അതായത് നമ്മുടെ ജാറിൽ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് അരിപ്പെടുത്തു ഇതേപോലെ നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. നല്ല പഴുത്ത മാമ്പഴം ജ്യൂസ് അടിച്ചാൽ, അല്ലെന്നുണ്ടെങ്കിൽ നല്ല പഴുത്ത മാമ്പഴത്തിൻ്റെ ഒരു കളറില്ലേ, ഗ്ലാസ്സിലേക്ക് മാറ്റിയപ്പം ആ ഒരു കളറാണ് വന്നത്. അതായത് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് കണ്ടാലോ. ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അന്നേരം പാഷൻ ഫ്രൂട്ട് കിട്ടുമ്പം മറക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലേ. അന്നേരം നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്. പുതിയ രുചിക്കൂട്ടും അതേപോലെ തന്നെ ചെറിയ യാത്രകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇന്നത്തേക്ക് വിടാം. അന്നേരം കുറച്ച് ആഡംബരത്തിന് കുറച്ച് ഐസ് ക്യൂബ്സോട് മുകളിൽ ഇട്ട് കൊടുത്തു. അന്നേരം നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബായ്. താങ്ക് യു ഫോർ വാച്ചിങ് അൻവി ദ ഡ്രീം വേൾഡ്. ഇത്രയും കഥയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ.